റസൂൽ ഞാൻ പറഞ്ഞു എല്ലാ സെക്കൻഡിലും ഉമ്മത്തിന് വേണ്ടി കരഞ്ഞവരാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലുണ്ട് വലസൗഫ യുഅതീക റബ്ബുക ഫതല്ലാ. ആ ആയത്തിറങ്ങിയപ്പോൾ ഹബീബ് കരഞ്ഞു എന്നാണ്. ആ സൂറത്ത് തന്നെ ഒരു വല്ലാത്ത സൂറത്താണ്. അലം യജിദ്ക യതീമൻ ഫആവാ. ആ സൂറത്ത് വിശദീകരിച്ചാൽ മണിക്കൂറുകളോളം ഒരു വിവരമില്ലാത്ത ഞാൻ പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട ആയത്തുകളൊന്ന് സൂറത്ത് വല്ലുഹ അത്ര പവർഫുള്ളാണ്. ഞാൻ ഒരു തഫ്സീർ നോക്കിയിട്ട് പക്ഷേ ഉസ്താദുമാരത് കേട്ടതും അതൊക്കെ വെച്ചിട്ട് മഹബത്തിയായിട്ടത് പറയാൻ കഴിയും, എൻ്റെ കഴിവല്ല. അത്ര ആയത്ത് അത്ര പവർഫുള്ളാണ്. അള്ളാൻ്റെ ഓരോ പ്രേമത്തിൻ്റെ ഓരോരോ വേർഷൻസാണ് അതിൽ വരുന്നത്. എന്നിട്ട് അതിൽ പറയുന്നുണ്ട് വല സൗഫ യുഅതീക റബ്ബുക ഫതർലാ. നബിയേ, അങ്ങേക്ക് ഇഷ്ടമുള്ള അത്രയും ഞാൻ തരും, അങ്ങ് തൃപ്തിയായി എന്ന് പറയുന്നത് വരെ ഞാൻ തന്നുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ഹബീബ് അങ്ങോട്ട് കരഞ്ഞു. മഹ്ശറിലെ രംഗത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മഹ്ശറിൽ റസൂൽ പറയാണ്, റസൂൽ പെട്ടെന്ന് കരഞ്ഞു, അങ്ങ് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വരെ ഞാൻ തരും തന്നുകൊണ്ടേയിരിക്കും നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് കരഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ? സന്തോഷം കൊണ്ടാണെന്ന്. എന്തേ? വല്ലാത്തൊരു ഓഫറാണ് സഹാബ കിട്ടിയത്. എനിക്ക് തൃപ്തിയായി എന്ന് ഞാൻ പറയുന്നത് വരെ അള്ളാഹു തന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അള്ളാഹു നബി പറഞ്ഞ വാക്കുന്നത് ആ സമയം നിർണായക സമയത്തും ഉമ്മത്തിനെയാണ് ഓർത്തത്. ലാ അർലാ വാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. സഹാബത്തെ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ പടച്ചോനെ തൃപ്തിയായിട്ടില്ല കേട്ടോ, തൃപ്തിയായിട്ടില്ല. ഒരു 10 ആളും കൂടി പോരാനുണ്ട്. ജപ്പാൻകാർ ഒരു 45 ആൾ വരാനുണ്ട്. കേരളക്കാർ പിന്നെ കോഴിക്കോട്ടുകാരും മലപ്പുറത്താരും കുറേ ക്യൂവിൽ നരകത്തിലുണ്ട്. എല്ലാവരും കൂടി കൊണ്ടുവരണം പടച്ചോനെ എന്ന് ഹബീബ് പറഞ്ഞു. ലാ അർലാ വാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എങ്ങനെയാണ് ആ കാരുണ്യത്തെ നമ്മൾ എങ്ങനെയാ പറയാൻ കഴിയൂല അത്. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ തൂലിക എടുത്തവരൊക്കെ പരാജയം സമ്മതിച്ച് കീഴടങ്ങിയത്. ആർക്കും അവിടത്തെ കുറിച്ച് പറയാൻ കഴിയില്ല. പറഞ്ഞവരൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ആ ബൈത്തുകൾ മുഴുവനും, മൗലിദ് മുഴുവനും. ആര് മൗലിദ് എഴുതിയോ, ആര് ഖസീദ എഴുതിയോ, ആ ഖസീദ എഴുതിയ മഹാന്മാരൊക്കെ അവസാനം ഒരു ഘട്ടത്തിൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലിൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ സുന്നത്തിനോട്, തിരുചര്യയോട് ഞാൻ അക്രമം കാണിച്ചു പോയി. എല്ലാ മഹാന്മാരും അവർ പ്രതീക്ഷയോടുകൂടെയാണ് ഇത് മഹബത്തിൻ്റെ ഒക്കെ തുടങ്ങുന്നത്, ബൈത്ത് തുടങ്ങുക. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും, പടച്ചോനെ നിന്റെ ഹബീബിനെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് യോഗ്യത പോലും ഇല്ലല്ലോ, അവിടുത്തെ യഥാർത്ഥ മഹബത്തിൻ്റെ ലോകത്തിൻ്റെ അലിഫിൻ്റെ കഷ്ണം പോലും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുമില്ലല്ലോ, പിന്നെ വലിയ മഹബത്താണല്ലോ ഞാൻ ഈ എഴുതി വെക്കുന്നത്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് നിർത്തിവെച്ച് പോയ ആൾക്കാരുണ്ട്. അത് മനസ്സിലായ അങ്ങനെയാണ്. ശരിക്കും ഈ ലോകത്ത് 2 കാര്യങ്ങളുള്ളൂ സുഹൃത്തുക്കളെ, 2 കാര്യങ്ങൾ. ഒന്ന് ഖാലിഖ്, ഒന്ന് അഷ്റഫുൽ ഖൽഖ്. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് സബബാണ്, ഒന്ന് ഖാലിഖാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, ഏതൊരു വസ്തു കണ്ടാൽ, നിങ്ങൾ ഈ ബൾബ് കണ്ടാൽ, ഈ ബൾബ് നിങ്ങൾക്കും എനിക്കും വേണ്ടി പടച്ചതല്ല. ആർക്ക് വേണ്ടി പടച്ചതാ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളത് ഉപയോഗിക്കുന്നു വാടക എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വാടകയാണ്, അതല്ല, ആ വാടകയല്ല, ഇതാ വാടകക്കാരൻ്റെതും അല്ലത്, അബിൻ കുബിൻ ഓൻ്റെതൊന്നും അല്ല. സ്നേഹത്തോട് വിളിക്കട്ടെ മോനെ, എവിടെ ആള്, എവിടെ? ആ നല്ല ചിരിക്കുന്ന ചെറുപ്പക്കാരൻ, ചിരിക്കുന്നവരോട് തമാശ പറയാം. ഇങ്ങനെ മസിൽ പിടിച്ച് തമാശ പറയാം, ചിലപ്പോൾ ഒന്ന് കാട്ടു. പരിപാടി കഴിഞ്ഞ് പോകണ്ടേ നമുക്ക്. ഇത് ഓരോന്നല്ല, ഇത് ഹബീബിന് വേണ്ടി പഠിച്ചതാ. അത് എന്താ കാരണം? ലൗലാക്ക് ലമ്മാ ഖലഖ്തുൽ അഫ്ലാഖ്. തങ്ങളെ നിങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ ഈ ലോകം പടക്കുമായിരുന്നില്ല. അപ്പോൾ ഈ ലോകത്ത് സൂര്യൻ, ആ ഹബീബിന് വേണ്ടി പഠിച്ച സൂര്യനെ നമ്മളെന്ത് ചെയ്യുക? നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്താ ഞാൻ പറഞ്ഞു തരോ? എന്തൊരു വസ്തു ലോകത്ത് കണ്ടാലും ലാ ഫാഇല ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല, അള്ളാഹുവാണ് സൃഷ്ടിച്ച ആള്. അപ്പോൾ എന്ത് കണ്ടാലും അള്ളാഹു ഓർമ്മ വരും, ഖാലിഖിലേക്ക് എത്തും, എന്തും ഖാലിഖിലേക്ക് എത്തും. മറ്റൊന്ന്, ഇത് ആർക്ക് വേണ്ടി പഠിച്ചത്? അത് സബബാണ്, കാരണമാണ്, റീസൺ. അത് ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.